നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 7-ാം തീയതി 1200-ാം ആണ്ട് മീനമാസം 24-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ആഴ്ച ആരംഭിക്കുകയാണ്. ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങളുമായിട്ട് ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ദിവസമാണ്. തിങ്കൾ ചന്ദ്രൻ്റെ ദിവസമാണ്. സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ തരുന്ന ദശാനാഥനം കൂടിയാണ് ചന്ദ്രൻ. പക്ഷേ ഇന്നത്തെ നക്ഷത്രം ആയില്യ നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ലതാണെങ്കിൽ പോലും നക്ഷത്രം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഓരോ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ. കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കാൻ ഇടവരുന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാലുവായിട്ട് മുന്നോട്ട് ഒരു 50-50 ഫലത്തെ തരുന്ന ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം. നമുക്ക് ഒട്ടും കൊള്ളാത്ത ഒരു ദിവസമൊന്നുമല്ല. എന്നാലും ഒരു പ്രാവശ്യം പോവേണ്ടടുത്ത് 2 പ്രാവശ്യം നടത്തിക്കും. അത് മനസ്സിലാക്കി തന്നെ പോകണം. അതുകൊണ്ട് പിന്തിരിയരുത്. നമുക്ക് പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ആയില്യ നക്ഷത്രം, അതായത് ജാതക നമ്മളെ പ്രകാരം മീനമാസത്തിലെ ആയില്യ നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ദോഷപ്രദമായ വർഷമല്ല. കാരണം തിങ്കളാഴ്ചയാണ് വന്നിരിക്കുന്നത്. സമാധാനത്തിൻ്റെ ദിവസമാണ്, സന്തോഷത്തിൻ്റെ ദിവസമാണ്. പ്രധാനമായിട്ട് വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഈ വർഷം അനുകൂലപ്രദമാണ്. വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ വീട് വാങ്ങാനോ വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ കൊള്ളാം. അതുപോലെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോകാനായാലും ശരി, നിങ്ങൾക്ക് ഈ സമയം അനുകൂലപ്രദമാണ്. അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്തു തരും. സന്തോഷപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. നമുക്ക് തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ബർത്ത്ഡേ ആയിട്ട് കിട്ടണമെന്നൊന്നുമില്ല. അതുകൊണ്ട് കിട്ടിയ ദിവസത്തെ മനസ്സിലാക്കി അതിൻ്റെ ഗുണഫലങ്ങളെ മനസ്സിലാക്കി നമ്മൾ പ്രയത്നിക്കണം. ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം. യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതുപോലെ ദൂരയാത്രകളോ വല്ലതും ചെയ്യാൻ പോകുമ്പോഴുമൊക്കെ രാവുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. കലണ്ടറിൽ തന്നെ രാവുകാലം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:53 തൊട്ടേ രാവുകാലം തുടങ്ങുകയുള്ളൂ. അത് 9 മണിക്ക് തീരുവില്ല. 9:24 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ ഈ രാവുകാല സമയം യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യം കൊടുത്താൽ മതി. പക്ഷേ യമകണ്ഠകാലവും ഗുളികകാല സമയവും എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. അത്ര നെഗറ്റീവായിട്ടുള്ള 2 സമയങ്ങളാണ്. അതിൽ ഗുളികകാല സമയം വരുന്നത് 1:58 തൊട്ട് 3:29 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 10:55 തൊട്ട് 12:27 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം വരുന്നുണ്ട്. 12:03 തൊട്ട് വരെയാണ്. അപ്പോൾ യമകണ്ഠകാലം 12:27 വരെയുണ്ട്. അപ്പോൾ ഇതിൽ നല്ലൊരു സമയം അതായത് നമ്മളുടെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ഒരു പ്രധാന സമയം യമകണ്ഠം കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം അത്ര കണ്ട് അനുകൂലപ്രദമല്ല. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രധാനമായി വെളുത്ത വസ്ത്രം, നമ്മളെ വസ്ത്രധാരണത്തിൽ വെളുത്ത കളറും കൂടി ഉൾപ്പെടുത്തണം. അത് ഷർട്ടായിട്ടോ പാൻറ്റായിട്ടോ
അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ചുരിദാറായിട്ടോ അല്ലെങ്കിൽ വെളുത്ത കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുക. അത് നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആക്റ്റീവായിരിക്കാൻ സഹായിക്കും. നിങ്ങളത് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അന്ന് ത്രൂ ഔട്ട് നല്ല എനർജറ്റിക് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ വസ്ത്രം മാറിയൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കും, വസ്ത്രത്തിൻ്റെ നമുക്ക് അന്നത്തെ ദിവസത്തിന് അനുകൂലമല്ലാത്ത വസ്ത്രം ധരിച്ചൊക്കെ പോകുമ്പോൾ ക്ഷീണം കൂടും, വന്നിട്ട് തന്നെ വളരെ ടയേർഡാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോകുന്ന ഓഫീസിൽ തന്നെ ചെന്നിരുന്നിട്ട് ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല, ഇതൊക്കെ വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിനും കൂടി പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.